തിരികെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവന് പെട്ടെന്ന് ആ സ്ട്രേഞ്ചറിനെ ഓർമ്മ വന്നു. അവന്റെ അടുത്തേക്ക് വീണ്ടും പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. അങ്ങനെ അവൻ നടന്ന് ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ആ സ്ട്രേഞ്ചറിന് വേണ്ടി ഒരു അർച്ചന കഴിപ്പിക്കാൻ നോക്കിയപ്പോ പൂക്കാരി അവന്റെ പേര് ചോദിച്ചു. അറിയാത്തത് കൊണ്ട് സ്വാമിയുടെ പേരിൽ കഴിപ്പിക്കാൻ പറഞ്ഞു. വീട്ടിലെത്തിയിട്ടും ആ നാടിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു അവന് മുഴുവനും. അവസാനം ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറയേണ്ടി വന്നു. അവന്റെ മോളാണെങ്കിൽ അതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഫോൺ നമ്പർ ആ സ്ട്രേഞ്ചറിന്റേതാണെന്ന് നമുക്ക് മനസ്സിലായി. വിളിച്ചിട്ട് നേരെ അവന്റെ കൊടുത്തു. ആ സ്ട്രേഞ്ചർ ആണെങ്കിൽ ചേട്ടന്റെ ശബ്ദം കേട്ട് വീണ്ടും പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങി. ഇവനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ കാര്യത്തിലോട്ട് കടന്നു. എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ആ സ്ട്രേഞ്ചർ ഒന്നുകൂടെ ചേട്ടൻ എന്നെ അറിയില്ലെന്ന് ചോദിച്ചു. വീണ്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ സ്ട്രേഞ്ചർ കരയാൻ തുടങ്ങി. എന്നിട്ട് അവനുമായിട്ടുള്ള ബന്ധം ആ സ്ട്രേഞ്ചർ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ചേട്ടന്റെ കുഞ്ഞമ്മേരെ മൂത്ത മോന്റെ ഇളയ മകനാണ് ഞാൻ. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ബന്ധം ആ സ്ട്രേഞ്ചർ പറയാൻ തുടങ്ങി. ആളെ ഓർമ്മ വന്ന് ഇവൻ തിരിച്ച് നാട്ടിൽ വന്നു. നേരെ അവന്റെ വീട്ടിലേക്ക് പോയി. മുട്ടിയിട്ട് കഥവ് തുറക്കാത്തതുകൊണ്ട് കഥവ് തുറക്കട മെയ് അഴകാന്ന് പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ വാതിൽ തുറന്നു.